നമുക്കിടയിൽ വന്ന് സീതയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞ അതോടെ തീർന്നു. കുട്ടിമണിയെ മനസ്സിജനിൽ നിന്നും അകറ്റാൻ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മതികരയുടെ മതിമറന്ന മനസ്സിൽ നിന്നും പിറവിയെടുത്തു. അങ്ങനെ കുട്ടിമണിയെ മാണിക്യമംഗലത്തേക്ക് കൊണ്ടുപോകാൻ മതികല തീരുമാനിക്കുന്നു. പക്ഷേ സീത അതിനെ എതിർക്കുന്നെങ്കിലും വയലോരം വീട്ടിൽ സത്യം തുറന്നു പറയാൻ സീതയ്ക്ക് കഴിയുന്നില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എന്റെ നെഞ്ചുരുകുന്നത്. മതികലയുടെ സഹായത്തിനായി ജലജ വയലോരം വീട്ടിലെത്തി. നിന്റെ പൊട്ടത്തരും പമ്മത്തരും അതിസാമർഥ്യമൊന്നും എന്റെ കൊച്ചിനോട് വേണ്ട കേട്ടോ. കുട്ടിമണി മാണിക്യമംഗലത്തേക്ക് പോകുന്നതിന്റെ സന്തോഷം വയലോരം വീട്ടിൽ നിറയുമ്പോഴും സീതയുടെ മനസ്സിലെ ആധി കൂടി വരുന്നു. മനസ്സിജൻ മാണിക്യമംഗലത്തേക്ക് വരുന്നതിനെ മഹാദേവൻ എതിർക്കുന്നെങ്കിലും ജലജയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്നു. ഒടുവിൽ മനസ്സിജനും മതികലയും കുട്ടിമണിയെയും കൂട്ടി മാണിക്യമംഗലത്തെത്തും. സീത ആശങ്കപ്പെട്ടതുപോലെ തന്നെ മാണിക്യമംഗലത്ത് സംഭവിച്ചു. തന്നെ നോവിച്ചതിന് ജലജ കുട്ടിമണിയോട് ക്രൂരമായി പ്രതികാരം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് കൂട്ടായി മതികലയും. മാണിക്യമംഗലത്തെത്തുന്ന കുട്ടിമണിയുടെ കഴുത്തിലെ താലി മതികലയുടെ ഉറക്കം കെടുത്തുന്നു. മതികലയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സിജന് കുട്ടിമണിയുടെ കഴുത്തിൽ നിന്ന് താലി ഊരിയെടുക്കേണ്ടതായി വരുന്നു. കുട്ടിമണിയുടെ അസുഖത്തെക്കുറിച്ചും അതിനുള്ള ചികിത്സയെക്കുറിച്ചും സീത ചോദിച്ചറിയുന്നു. അതൊന്നും അല്ല, നോക്കിക്കോ, കുട്ടിമണിയെ ഞാൻ ബുദ്ധിയുള്ളവളാക്കും. രാത്രിയിൽ കുട്ടിമണിയുടെ ശല്യം സഹിക്കാനാകാതെ ജലജ കുട്ടിമണിയെ വീടിന് പുറത്താക്കുന്നു. കുട്ടിമണി കരഞ്ഞപേക്ഷിച്ചിട്ടും ജലജ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. നീ പെട്ടെന്ന് പോയി വേഷം മാറ, നമുക്കിന്ന് തിരിച്ചു പോണ്ടേ. മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്ന ഒരു താലി കുട്ടിമണി എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. പാവം കുട്ടിമണിയെ നിന്റെ അമ്മ തല്ലിയല്ലേ? രാത്രി മുറ്റത്തിട്ട് കഥ കടച്ചല്ലേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അവരാ കുടത്തിൽ നിന്ന് ഭൂതത്തെ അങ്ങ് തുറന്നു വിടും. സീതക്കുട്ടിയുടെ കല്യാണം ആദ്യം ഒന്ന് കഴിഞ്ഞതാണല്ലോ, 4 വർഷം മുമ്പ്. ആദ്യത്തെ കല്യാണവും ആദ്യത്തെ ഭർത്താവിനെ മറച്ചുവെച്ച അവള് വയലോരം വീട്ടിൽ പരിശുദ്ധയായി കഴിയുന്നത്. സീതയെടുത്തി നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത്രയ്ക്ക് ചെറിയ കാര്യമാണോ സീതയെടുത്തി? ഇതെനിക്ക് മാത്രമല്ല, മതികലയ്ക്കും അറിയാം. തുടർന്ന് കാണുക. എന്റെ മതികലയുടെയും പിറകിൽ സെർച്ച് ലൈറ്റും കൊണ്ട് പോലീസ് നായയുടെ പണിയും ചെയ്ത് നടക്കുന്നു. 4 വർഷം മുമ്പ് കഴുത്തിൽ താലി വീണ കാര്യം മറച്ചുവെച്ച് പുതിയ കെട്ടിയോനൊപ്പം കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് അതിന് അവകാശമില്ല. കള്ളത്തരത്തിന്റെ സ്കോർ ബോർഡിൽ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഓരോ ഗോൾ അടിച്ചു നിൽക്കുക. ഇനി സീതയെടുത്ത് മുന്നോട്ട് കയറി കളിച്ചാൽ അത് ഫൗൾ പ്ലേ ആവും. ചുവപ്പ് കാർഡ് കാണിച്ച് ഞാൻ ഈ കളത്തിന് പുറത്താക്കും നിങ്ങളെ. എൻ്റെ രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ രഹസ്യങ്ങൾ എൻ്റെ മനസ്സിലും അങ്ങനെ ഇരുന്നോട്ടെ. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. കഴിഞ്ഞില്ലേ ബാലറ്റിന്റെ കണക്കെഴുത്ത്? എന്റെ കണക്കുകൂട്ടലുകളൊക്കെ എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ. അതെന്താ ബാലേട്ട കൊള്ളിച്ചൊരു വർത്താനം? എന്ത് കണക്കൂട്ടല് തെറ്റിന്നാ? ആഹാ, അപ്പോഴത്തേക്ക് മുഖം വാടിയോ? ഞാനൊരു തമാശ പറഞ്ഞതാ. ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റിന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ എന്റെ കണക്ക് പുസ്തകത്തിലെ കൂട്ടലും കിഴിക്കലും ഒക്കെ കൂടിക്കുഴഞ്ഞെന്നാ പറഞ്ഞത്. അല്ലെങ്കിലും കണക്കിന് ഞാൻ പണ്ടേ പിന്നോട്ടാ. പണ്ടേ സ്കൂളിലൊരു ഇടിക്കുളമാഷുണ്ടായിരുന്നു, ഒരു കണക്കുമാഷ്. ഒന്നും എത്രയാന്ന് ചോദിച്ചപ്പോൾ 11 പറഞ്ഞതിന് മാഷ് പെൻസിലിന്റെ മൊന കൂട്ടി എന്റെ തൊടയിൽ ഞരടിയന്റെ പാടേ ഇപ്പോഴും ഉണ്ട്. ഒരുവിധം തട്ടിമുട്ടിയ 10 വരെ ഞാൻ പഠിച്ചത്. അതിന്റെ പാടെ എനിക്കറിയാം. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിലേ എല്ലാത്തിനും A+ കിട്ടിയാണ്. അപ്പോ എന്റെ ഭർത്താവിന് ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടല്ലേ? അല്ല ബാലേട്ട, സ്കൂളിൽ പോയ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. കുട്ടിമണി എന്താ പഠിക്കാൻ വിടാഞ്ഞത്? അമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞു ആകെ 1 ദിവസം പോയിട്ടുണ്ടെന്ന്. അത്രേ അമ്മ പറഞ്ഞോളോ? അന്ന് സ്കൂളിലുണ്ടാക്കിയ പുകിലിനെ പറ്റി അമ്മ പറഞ്ഞില്ലേ? അതും പറഞ്ഞു.
എന്ന് കരുതി ഒറ്റ ദിവസം കൊണ്ടൊക്കെ പഠിത്തം നിർത്തിക്കാമോ? പറഞ്ഞു തിരുത്തി വിടുകയല്ലേ വേണ്ടത്. പറയാഞ്ഞിട്ടോ ശ്രമിക്കാഞ്ഞിട്ടോ അല്ല, 1-2 ദിവസം കൂടി നോക്കിയതാ. ഈ പഠിക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങത്തില്ല. പിന്നെ അപ്പച്ചി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു കൊച്ചല്ലേ, ഇത്തിരി പ്രായം കൂടി ആവട്ടെ എന്ന്. പിന്നല്ലേ മനസ്സിലായത് പ്രായമേ കൂടുന്നുള്ളൂ, ബുദ്ധി കൂടുന്നില്ല. പിന്നെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെയായി കുറേ കാലം കൂടി അങ്ങ് പോയി. പിന്നെ കുട്ടിമണിക്ക് ബുദ്ധി വളർച്ചയില്ല എന്നുള്ള കാര്യം എല്ലാവരും അങ്ങ് അംഗീകരിച്ചു. നാട്ടുകാർക്കൊരു കൗതുകവസ്തു, ഞങ്ങൾക്കൊരു തീരാവേദന. അതായി കുട്ടിമണി. ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു ബാലേട്ട. എവിടെയെങ്കിലും അവളെ കൊണ്ട് ചേർത്തുടായിരുന്നോ? ഉള്ള ബുദ്ധി അവരെ തിരുമ്മി തെളിയിച്ചെടുത്തേനല്ലോ. ആര് കൊണ്ടുപോകാനാ? ഇവിടെ ആർക്കാ അതിനുള്ള പഠിത്തം? ആർക്കാ അതിനുള്ള ബുദ്ധിയും ബോധവും ലോകപരിചയവും ഒക്കെ? രാവിലെ ഒരു തൂമ്പയും എടുത്ത് കണ്ടത്തിലേക്ക് പണിക്കിറങ്ങുന്ന ആളാ അച്ഛൻ. തിരിച്ചു വരുന്നത് അന്തിമയങ്ങി കഴിഞ്ഞിട്ടാ. പിന്നെയുള്ളത് പത്തിത്തോറ്റ് കമ്പൊടിച്ചിട്ട ഞാനാ. എനിക്കെന്ത് കുന്തം അറിയാം? പഠിപ്പും വിവരമൊക്കെ ഇവിടെ ആകെയുള്ളത് രവിക്കല്ലേ. അവന്റെ തല തെളിഞ്ഞു വന്നപ്പോഴേക്കും കുട്ടിമണിക്ക് പഠിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. പഠിക്കാൻ ഒരു പ്രത്യേക പ്രായപരിധി ഉണ്ടെന്നൊക്കെ ബാലേട്ടനോട് ആരാ പറഞ്ഞത്? പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അവസരമുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും പഠിക്കാം. അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടിമണിയെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാലോ എന്നാലോചിക്കുക ഞാൻ. ഫസ്റ്റ് തനിക്കെന്താടോ? ഇനിയിപ്പോ എന്തിനാ അവളെ പഠിപ്പിച്ച് കളക്ടറാക്കാൻ പോവാ? ദേ, ഈ ചിന്തയെ ആദ്യം മാറ്റേണ്ടത്. എല്ലാരും പഠിക്കുന്നത് കളക്ടറാവാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. എന്റെ ബാലേട്ട, വിദ്യാഭ്യാസം ജോലി കിട്ടാൻ വേണ്ടിയുള്ള വഴിയല്ല. വിദ്യാഭ്യാസം നമുക്ക് അറിവുണ്ടാവാനാ, നല്ല സംസ്കാരവും ലോകപരിചയവും ഉണ്ടാവാനാ. കുട്ടിമണിക്ക് ഇപ്പൊ ലോകപരിചയം ഉണ്ടായിട്ട് എന്തിനാ? അവള് ലോകപര്യടനത്തിന് പോകുന്നുണ്ടോ? ലോകപര്യടനത്തിന് പോയില്ലെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും മനസ്സിലാക്കാലോ. ഉദാഹരണത്തിന്, അന്ന് ആ അണ്ണാച്ചിയുടെ സൈക്കിളിൽ കുട്ടിമണി കയറിപ്പോയത് എന്തുകൊണ്ടാ? ലോകപരിചയം ഇല്ലാത്തോണ്ടല്ലേ. പക്ഷെ ഇനി അവൾ പോവില്ല. അതെന്തുകൊണ്ടാ? അങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് നമ്മൾ അവളോട് പറഞ്ഞു കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത് കുട്ടിമണിയെ പഠിപ്പിക്കാമെന്ന്. കുറച്ചെങ്കിലും അവളുടെ ബുദ്ധി തെളിയിച്ചെടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ അത്തരം ശ്രമങ്ങളൊക്കെ? കുട്ടിമണിയുടെ ജീവിതത്തെ പറ്റിയായിരുന്നു എല്ലാവരുടെയും പേടി. ഇതിപ്പോ ദൈവം സഹായിച്ച് കലമോൾ ഈ വീട്ടിൽ വന്നു. കലമോൾ ഇടപെട്ട് സിജൻ ഈ വീട്ടിൽ വരികയും ചെയ്തു. കലമോൾ ഇടപെട്ട് കല്യാണം നടത്തിയോണ്ടാ കുട്ടിമണിയെ പഠിപ്പിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? കലമോള് കുട്ടിമണിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ബാലേട്ട? ഓ അങ്ങനെ. ബാലേട്ടൻ പറയൂ, ഞാൻ കുട്ടിമണിയെ പഠിപ്പിക്കുന്നതില് ബാലേട്ടൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്ക് എന്ത് എതിർപ്പ്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ ഞാനൊരിടം വരെ പൊയ്ക്കോട്ടെ. എവിടെയാ? കുട്ടിമണിയെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അവരെ ആരെങ്കിലും ഒന്ന് കാണണം. ഒരു സാധാരണ കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ കുട്ടിമണിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിനൊക്കെ ചില മെത്തേഡ്സ് ഉണ്ട്, ചില ടൂൾസും ടിപ്സും ഒക്കെ ഉണ്ട്. തന്റെ പറച്ചിൽ കേട്ടാ തോന്നൂലോ താൻ വൈദ്യം പഠിച്ചിട്ടുണ്ടെന്ന്. വൈദ്യം പഠിച്ചു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ വായിച്ചാ പോരെ? അപ്പോ ഞാൻ പോയിക്കോട്ടെ നാളെ. പൊയ്ക്കോ താൻ. എനിക്ക് കുറച്ച് കാശ് വേണം. കുട്ടിമണിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാ. അത് ഷെൽഫിന്ന് എടുത്തോ. വന്ന് ലൈറ്റ് അണിച്ച് കിടക്കാൻ നോക്കാം. ഓട്ടിസം ഈസ് എ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ. നന്നായി പെരുമാറാനും നന്നായി സംസാരിക്കാനും നന്നായി ചിന്തിക്കാനും കഴിയാത്ത, അല്ലെങ്കിൽ അതിന് കഴിവ് കുറഞ്ഞ അവസ്ഥ. ഇതൊരു രോഗമെന്നതിലുപരി ഒരവസ്ഥയെന്ന് പറയേണ്ടി വരും. ജന്മനാ ഉള്ളൊരു പ്രശ്നമല്ലേ ഡോക്ടർ? ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 3 വർഷം അതിനെ നന്നായി നിരീക്ഷിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒരു പരിധിവരെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താം.
അതെങ്ങനെ ഡോക്ടർ? കുഞ്ഞിന്റെ സംസാരം വൈകുക, ഇനി സംസാരിച്ചാൽ തന്നെ ഉച്ചാരണത്തിലെ പിഴവുകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കണം. പിന്നെ മിക്ക മാതാപിതാക്കളും ഉച്ചാരണത്തിലെ ഈ പ്രശ്നം കുഞ്ഞിന്റെ കൊഞ്ചലായി കണ്ട് ചിരിച്ച് തള്ളിവിടാറുണ്ട്. ഇത് മാത്രമല്ല ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ. മുഖത്തു നോക്കി സംസാരിക്കാതിരിക്കുക, മറ്റു കുട്ടികളോടൊപ്പം കൂട്ടുകൂടാനോ കളിക്കാനോ താല്പര്യമില്ലാതിരിക്കുക, ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ദൃഷ്ടി ഊന്നിയിരിക്കുക, ഇതൊക്കെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് മാറില്ലേ ഡോക്ടർ? പൂർണ്ണമായി മാറില്ല, പക്ഷേ എത്രയും നേരത്തെ ചികിത്സ തുടങ്ങുന്നുവോ അത്രയും നല്ലതാ. അതൊക്കെ ഓരോ കുട്ടിയുടെയും ബുദ്ധിയുടെ അളവിനെയും തലത്തെയും പോലിരിക്കും. പേരെന്താന്നാ പറഞ്ഞത്? സീത ബാലചന്ദ്രൻ. ഓക്കെ. സീത പറഞ്ഞ മണിക്കുട്ടിക്ക് കുട്ടിമണി. കുട്ടിമണിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 24 വയസ്സ് കഴിഞ്ഞു. അതാണ് പ്രോബ്ലം. ജീവിതത്തിന്റെ 4 മുമ്പോട്ട് വന്നില്ലേ? പക്ഷേ സീത ഈ കുട്ടിമണിയെക്കുറിച്ച് പറഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകേണ്ടു താനും. കുറേയേറെ കാര്യങ്ങളിൽ കുട്ടിമണി മിടിക്കല്ലേ. മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഓർമ്മയിൽ ഉറപ്പിച്ചേർത്താൻ ശ്രമിക്കണം. ക്ഷമയോടെ ഒരാളൊപ്പം നിന്നാൽ കുറേയേറെ മെച്ചമുണ്ടായിരുന്നു വരും. ഞാൻ നിൽക്കാം ഡോക്ടർ. ഒരു ഗൈഡൻസ് തന്നാ. ഷുവർ. അടുത്ത ദിവസം മുതൽ കുട്ടിമണി ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ദാറ്റ്സ് ഫൈൻ. പിന്നെ ഇത്തരം അവസ്ഥയിലുള്ള കുട്ടികൾക്ക് സംഗീതത്തോട് വലിയ താല്പര്യമായിരിക്കും. പറയുന്ന സമയത്തൊക്കെ കുട്ടിമണിയെ പാട്ട് കേൾപ്പിക്കുക. അത് അവളുടെ സംവേദനക്ഷമതയെ ഉത്തേജിപ്പിക്കും. കുട്ടിമണിക്കുള്ള ബുദ്ധി ഒന്ന് ചെത്തിക്കൂർപ്പിച്ചെടുക്കാൻ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. കമോൺ, വരൂ. കിട്ടിയോ ബാലേട്ട എല്ലാം? ഓ കിട്ടിയേ, പക്ഷേ 4-5 കടകൾ കയറി ഇറങ്ങേണ്ടി വന്നു. എന്നതാടാ ബാല ഇത്? കടയിൽ പട്ടെഴുതാനുള്ള പുതിയ പലകയാണോ? എന്റെ അപ്പച്ചി, ഇത് ബോർഡാ. ബോർഡോ? എന്തിനാടാ ഇത്? അതെ, ബാലേട്ടൻ എന്താ ഇവിടെ പള്ളിക്കൂടം നടത്താൻ പോവാ? അതെ, എല്ലാം പറയാം. ആദ്യം ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കൊടുത്തേ. എത്രയേട്ടാ? 30 രൂപ. നീ പറയടി, നീയല്ലേ ഇതിന്റെ ആള്? ഞാൻ കുട്ടിമണി പഠിപ്പിക്കാൻ പോവാ. പഠിപ്പിച്ച് മിടുക്കിയാക്കാൻ പോവാ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പെണ്ണെ? ഇനി നിന്നെ കൂടെ അവള് കടിച്ചു പറിക്കണോ? പിന്നല്ലാതെ. സീതേടത്തേക്ക് കുറച്ച് സമയനഷ്ടം മാത്രം മിച്ചം. ജീവിതത്തില് എന്തെല്ലാം നഷ്ടപ്പെടുത്തിയ നമ്മൾ മുമ്പോട്ട് പോന്നെ. അപ്പൊ പിന്നെ കുട്ടിമണിക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റി വെക്കാം, അല്ലേ കലമോളെ? അതെ അതെ. പക്ഷേ പ്രയോജനം വേണം. വെറുതെ പാഴ്വ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് സീതേടത്തേക്ക് തോന്നരുത്. ഒരിക്കലും ഇല്ല. വെള്ളം ഒഴിക്കുന്നവന്റെ സന്തോഷമെന്ന് പറഞ്ഞാലേ മുള്ളുമുരിക്ക് മാനമുട്ട വളരുന്നതല്ലോ. നല്ല വിത്തിനൊരു കുഞ്ഞു മുള പൊട്ടുന്നതല്ലേ. മനസ്സിലാൻ വന്നിട്ടേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചു ഞങ്ങൾ രണ്ടുപേരും അങ്ങ് മിടുക്കനാവും. മനസ്സിജനല്ലെങ്കിലും മിടുക്കനാ മോളെ. മോളിനി പഠിച്ച് മനസ്സിനെക്കാളും വലിയ മിടുക്കിയാവണം കേട്ടോ. ബാലേട്ടാ, ഈ ബോർഡൊക്കെ ഒന്ന് എടുത്ത് ഉറപ്പിച്ചു വെച്ചേ. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങട്ടെന്നേ. എടാ രവി, ഇതൊന്ന് പിടിച്ചേ. ഇത് ഞാൻ പിടിച്ചോളാം. അപ്പച്ചി, എന്താ മോളെ? പെട്ടെന്ന് പായസം വെക്കണം നമുക്ക്. അടപ്രഥമൻ തന്നെ വേണേ. മധുരം കൊടുത്തു വേണം നമുക്ക് കുട്ടിമണിയുടെ ക്ലാസ് തുടങ്ങാൻ. ആദ്യം പായസം, പിന്നെ പഠിത്തം. എന്താ, സന്തോഷായില്ലേ? പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ.
അച്ഛയെ നോക്കി പ്രാർത്ഥിച്ചേ മോളെ. പഠിക്കാൻ പോവാന്ന് പറഞ്ഞേ. അച്ഛേ, ഞാനേ പഠിച്ചാനെ പോവാണേ. പഠിച്ചേ അച്ഛയുടെ മോളൊരു വലിയ മിടുക്കിയാവാൻ പോവാണേ. ഞാനേ പഠിച്ചിട്ടേ ഒരു വലിയ എനിക്കറിയത്തില്ല. പണ്ട് അച്യുതനാ ഇവളെ ആദ്യമായി പുത്തൻ ഉടുപ്പും കൊടയും പുസ്തകസഞ്ചിയുമായി സ്കൂളിൽ വിടാൻ പോയത്. പാവം, കുറച്ചു കഴിഞ്ഞപ്പോ പോയതുപോലെ തിരിച്ചു പോന്നു. അന്ന് അച്യുതന്റെ കണ്ണു നിറഞ്ഞിരുന്നു. അന്നവൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പെങ്ങളെ, നമ്മുടെ കൊച്ചിന് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ലെന്ന്. പാവം, എന്റെ അച്യുതനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമ്പോ എന്തുമാത്രം സന്തോഷമായേനെ. വല്യേച്ചി, പെട്ടെന്ന് പായസം താ, എന്നിട്ട് പഠിച്ചാന്നേ. പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണ്ടേ? അനുഗ്രഹോ? അനുഗ്രഹം. അന്ന് കല്യാണത്തിന് മോള് കാല് തൊട്ട് തൊഴുതില്ലേ? അതുപോലെ അപ്പച്ചിയമ്മയുടെയും ഏട്ടന്മാരുടെയും ഏട്ടത്തിമാരുടെയും ഒക്കെ കാല് തൊട്ട് തൊഴണം. അപ്പൊ മനസ്സിന്റെയോ? ആ, മനസ്സിജനെയും വേണം. അത് മനസ്സിജൻ വരുമ്പോ മോള് തൊട്ട് തൊഴുതാ മതി. ശരി, പെട്ടെന്ന് തൊട്ട് തൊഴാവേ. എന്നിട്ട് പായസം കുടിച്ചിട്ട് പഠിച്ചാ. പാഠം 12, 14. ഇനി എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തുടങ്ങ. വാ മോളെ, അച്ഛയുടെ അനുഗ്രഹം വാങ്ങ. അച്ഛേ, മുട്ടിപ്പോയി. മോള് ആരുടെ കാല് തൊട്ട് തൊഴുതില്ലേലും കൊച്ചേച്ചിയുടെ കാല് തൊട്ട് തൊഴണം. മോൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം കണ്ടുപിടിച്ചു തന്നത് കൊച്ചേച്ചിയല്ലേ? കലമോൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയണേ. എന്നെക്കാളും പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആളല്ലേ കലമോള്? ഉറപ്പായിട്ടും സീതയെടുത്ത് തുടങ്ങി വെക്കും, ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. അല്ല, ഉദ്ദേശം എത്ര നാളുകൊണ്ട് കുട്ടിമണി മിടുക്കിയാക്കി എടുക്കാവുന്ന സീതയുടെ ഒരു കണക്കൂട്ടല്. രവി കളിയാക്കൊന്നും വേണ്ട. കുട്ടിമണി മിടുക്കിയായാലേ രവിക്കും നല്ലതാ. കൂട്ടി മണിച്ചപ്പോ പായസം കിട്ടുമല്ലോ, പായസം കിട്ടുമല്ലോ, പായസം കിട്ടുമല്ലോ. കൂട്ടി മണിച്ച് പായസം, 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 പായസം. ചൂട് പായസമായിരിക്കും. ചൂട് കാണും, നാവ് പൊള്ളരുത്. എനിച്ചതാ. അയ്യോ, എനിക്ക് താരാതെ വല്യച്ഛ കൊണ്ടോല്ലേ. എനിക്ക് പായസം താ. എനിക്കെന്ത് തരാത്തെ? എനിക്ക് താ. കൊതി വരുന്ന എനിക്ക് താ വല്യച്ചി. വല്യച്ചി പായസം താ. കുട്ടിമണിക്ക് പായസം ഇല്ല. അതെന്നെ ഇടപാടാ കൊച്ചേ? പെണ്ണ് പായസം ഒന്ന് കേട്ടാ ചാവും. എനിക്ക് പായസം വേണം, വേണം, വേണം. പായസം തരാം. എനിക്ക് പായസം കിട്ടിയേ. പായസം താ, 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 പായസം താ. പായസം തരാമെന്നല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പൊ തരാമെന്ന് പറഞ്ഞോ? പിന്നെ എപ്പോഴാ? വല്യേച്ചി പറയുന്ന ഒരു കാര്യം കുട്ടിമണി ചെയ്താ അപ്പൊ പായസം തരും. ദേ, വല്യേച്ചിയുടെ പൈസ കൂടെ തരാം. അമ്പിപ്പശുവിന്റെ പാട്ട് പാടാനല്ല ഇപ്പൊ പാടാവേ. അമ്പിപ്പശുവിന് വാലെത്ര ഒന്നാണ്. അതല്ല മോളെ, എനിക്കറിയാം. കോളാമ്പിപ്പൂ പറിച്ചിട്ട് വരാനല്ല ഇപ്പൊ പറിച്ചു തരാവേ. അതൊന്നുമല്ല എന്റെ മോളെ. പിന്നെ എന്നതാ? വാ, സീത എടുത്തി വന്നേ. ഈ ബോർഡില് ഒരു കാര്യം വരയ്ക്കും. അത് നോക്കി കുട്ടിമണി അതുപോലെ തന്നെ വരയ്ക്കണം. എനിക്കൊന്നും അറിയത്തില്ല. ദേ, വല്യേച്ചി കാണിച്ചു തരാം. കാണിച്ചു തന്നാലും എനിക്കറിയത്തില്ല. ആര് പറഞ്ഞു കുട്ടിമണിക്ക് അറിയത്തില്ലെന്ന്? കുട്ടിമണി മിടുക്കിയ, കുട്ടിമണിയെ കൊണ്ട് പറ്റും. പായസം വേണ്ടേ? എന്നാ നോക്കിക്കോണേ, നോയിക്കോ. എന്തോ ഇത് മുട്ടയാന്നോ? തരുവോ? ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് വല്യേച്ചി വരച്ച പോലെ വരച്ചേ. പായസം കുടിക്കാനുള്ളതാ. എനിക്കൊന്നും അറിയത്തില്ല. കുട്ടിമണിക്ക് അറിയാം. ദേ, വല്യേച്ചി ഒന്നൂടെ കാണിക്കാം. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ദേ, നോക്കിക്കോ.
കണ്ടോ? ദാ, ഇനി മോള് വരച്ചേ. പായസം വേണ്ടേ? വേണം വേണം വേണം. എന്നാ വരയ്ക്ക്. വാ വാ, ശരിക്കും പിടിച്ചേ. ആ, മിടുക്കി. വലിച്ച് പായസം തരണേ. പായസം തരാം, വരയ്ക്കണം കേട്ടോ. നിങ്ങൾ എന്റെ ക്ഷമ പരീക്ഷിക്കുവാണല്ലേ? ഇന്നിപ്പോ ഇവിടെ പള്ളിക്കൂടവും പള്ളിയൊക്കെ തുടങ്ങിയതിന്റെ പള്ളി തുടങ്ങിയില്ല, പള്ളിക്കൂടം. അത് കുട്ടിമണിയെ പഠിപ്പിക്കാൻ. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. സാരമില്ല സാരമില്ല, വരച്ചോ. അയ്യോ മക്കളെ, സൂപ്പർ, മിടുക്കി. മിടുക്കിയല്ല, മിടുക്കിയ. ഇന്നിപ്പൊ ഇത്രേ ഉള്ളു പഠിത്തം. കുട്ടിമണി പായസം കുടിച്ചോ. ഇനി എത്ര വേണേലും വലിച്ചു തരാവേ. പിന്നെ കൺഗ്രാറ്റ്സ്. കേട്ട പാട്ട് മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് പറയുന്ന പോലെ സീതയെടുത്തി. കണ്ടതുപോലൊന്നും അല്ല. മിടുക്കിയ, മിടുക്കി. എന്തായാലും കലമോളുടെ അത്രയും വരില്ല. കലമോളെ പറ്റി നിങ്ങൾക്ക് എന്ത് കുന്തം അറിയാം? ഒന്നും അറിയത്തില്ല. ശരിക്കും ആരാണെന്നോ എന്താണെന്നോ അറിയാമായിരുന്നെങ്കിലേ സീതയെടുത്തി എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. കലമോൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം. ആരോടും ഒന്നും ചോദിച്ചു വാങ്ങുന്ന ശീലം എനിക്കില്ല. ശരി, എന്നോട് കലമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് സീതയെടുത്തി പോയാൽ മതി. കലമോള് ചോദിക്കും. എന്താ സീതയെടുത്തിയുടെ ഉദ്ദേശം? മനസ്സിലായില്ല. പൊട്ടി കളിക്കണ്ട. ഇന്നിപ്പോ ഇവിടെ നടത്തിയ നാടകത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. നാടകോ? ആര് നടത്തി? നിങ്ങൾ എന്റെ ക്ഷമ പരീക്ഷിക്കുവാണല്ലേ? ഇന്നിപ്പോ ഇവിടെ പള്ളിക്കൂടവും പള്ളിയൊക്കെ തുടങ്ങിയതിന്റെ പള്ളി തുടങ്ങിയില്ല, പള്ളിക്കൂടം. അത് കുട്ടിമണിയെ പഠിപ്പിക്കാൻ. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അതിനു പിന്നിലെ നിങ്ങളുടെ പ്രത്യേക താല്പര്യം എനിക്ക് മനസ്സിലാവാത്തത്. പ്രത്യേക താല്പര്യമോ? എന്ത് പ്രത്യേക താല്പര്യം? പാവം കുട്ടിമണിക്ക് ഇത്തിരി ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. എങ്കിലല്ലേ കുട്ടിമണിക്ക് ചുറ്റും നടക്കുന്നൊക്കെ എന്താണെന്ന് മനസ്സിലാവൂ.